9 വയസ്സുണ്ടാകുമ്പോൾ മരണത്തിന് ഫേസ് ടു ഫേസ് ചെയ്തിട്ട് സർവൈവ് ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വീട്ടിൽ ഒരുപാട് കോഴികളെയും താറാവുകളൊക്കെ വളർത്തിയിരുന്നു. അപ്പോൾ കോഴീനെ കൂട്ടിൽ കയറ്റാൻ വേണ്ടി എൻ്റെ പിന്നാലെ ഓടിയതാണ്. പെട്ടെന്ന് ഞാൻ ഒരു സ്ലാബ് തകർന്ന് താഴെ പോയി. അതൊരു സെപ്റ്റിക് ടാങ്ക് ആയിരുന്നു ആൻഡ് അത് കംപ്ലീറ്റ്ലി ഫുള്ളായിരുന്നു. എൻ്റെ ഈ ഭാഗത്തിന് താഴോട്ട് ഫുള്ള് അതിൻ്റെ അകത്തോട്ടായി. എന്തോ ഒരു ലെക്ക് എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട് എന്നുള്ളത് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മണ്ണിൽ, അതായത് മണ്ണിങ്ങനെ താഴോട്ട് ആ കുഴിയിലോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ണിലാണ് എനിക്ക് പിടുത്തം കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 9 വയസ്സുള്ള ഒരു പെൺകുട്ടി, അതും കൂടി പോയാൽ എനിക്ക് അത്ര വലിയ ഹൈറ്റ് ഒന്നുമില്ല. ഞാൻ ആ സമയത്തൊക്കെ തായ്ക്കൊണ്ടോയിൽ കളിച്ചുകൊണ്ടിരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 22 ആണ്. 22 കിലോ ഭാരമുള്ള ഒരു കുട്ടി ഇത്രയും വലിയ ഡെപ്ത് ഉള്ള ഒരു കുഴിയിലോട്ട് വീഴുന്നു. എനിക്കിപ്പോഴും അത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. ബിക്കോസ് ഞാൻ ഫേസ് ചെയ്തത് അത്രയും വലിയൊരു സിറ്റുവേഷനാണ്. അവിടെ ആ ഒരു കുഴിയിൽ ഭയങ്കര സഫോക്കേറ്റിംഗ് ഫീലായിരുന്നു. എൻ്റെ മേലിൽ കൂടെ മറ്റേ പാറ്റകളൊക്കെ ഇങ്ങനെ എൻ്റെ മേലിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. കരയാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ലിറ്ററലി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ച വെച്ച് എൻ്റെ ഉമ്മ വന്നു, എന്നെ കുഴിയിൽ നിന്ന് എടുത്തു. മണ്ണിലിങ്ങനെ ഞാൻ പോയി. ഇങ്ങനൊരു 30 സെക്കൻഡിൽ ആരും വന്നില്ലെങ്കിൽ ഞാൻ മരിക്കും. കാരണം എൻ്റെ കൈ അവസാനം എത്തി. ഇനി എനിക്ക് തലയും കൂടി ഒന്ന് താഴേക്ക് പോയാൽ ഞാൻ മരിച്ചു. അവിടുന്ന് ഞാൻ സർവൈവ് ചെയ്ത് വന്നു. എൻ്റെ അതിന് ശേഷം എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു വീട്ടിലൊക്കെ. സെപ്റ്റി എന്ന് വിളിച്ചിട്ട് ഡിത്തേക്കൊക്കെ. ഇൻ കേസ് എങ്ങാനും ആ വെള്ളം കുടിച്ചിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ ഞാനൊന്ന് മുങ്ങിപ്പോയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കില്ല. അതിനുശേഷം ഈ പോയിന്റ് വരെ വെള്ളം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. ഭയങ്കര പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്വാഫോബിയ കറക്റ്റ് എന്നെ പിടിപെട്ടിട്ടുണ്ട്. ഇപ്പോഴും പൂളിൽ പോയാൽ പോലും ഞാൻ ചിൽഡ്രൻസിൻ്റെ പൂളിലിറങ്ങും. വെള്ളം അധികം വരുന്ന സ്ഥലത്ത് ഞാൻ പോവില്ല. കാരണം രണ്ടാമതൊരു ഇൻസിഡൻറ്റും കൂടി ഉണ്ടായി. വീടിൻ്റെ മുകളിൽ വെള്ളം വെക്കുന്ന ടാങ്കിൽ വെള്ളം എടുക്കാൻ വേണ്ടി കുഞ്ഞതാ. അത് എൻ്റെ കൈയെത്തില്ലായിരുന്നു. അത് നമ്മൾ പറഞ്ഞാൽ കുറച്ച് എന്താ കുട്ടിക്കളി കൂടിയതാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് വെള്ളം എടുക്കാൻ പോയി, തലകുത്തി അതിലോട്ട് വീണു. 2000-ൻ്റെ ടാങ്കായിരുന്നു. അതിനും ഞാൻ സർവൈവ് ചെയ്തു. അതിലും ഞാൻ മുങ്ങിയില്ല എന്നുള്ള ലെവലിൽ ഇങ്ങനെ ടാങ്കറിലിട്ട് അടിച്ചടിച്ച് സൗണ്ട് കേട്ടിട്ട് ആൾക്കാർ വന്നിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അത് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഇപ്പോഴും എന്നെ പിടിപെട്ടിട്ടുള്ള ഒരു സാധനമാണ് എക്കോഫോബിയ. ഒരു മെയിൻ മോട്ടിവേഷൻ എന്താണെന്ന് അറിയുമോ വീഡിയോയുടെ? ഇത്രയും വാട്ടറിന് ഫിയറുള്ള ഞാൻ 2 ദിവസമായിട്ട് പ്രോപ്പറായിട്ട് ഇരുന്ന് കുറേ നേരം ചിന്തിച്ചെടുത്തൊരു ഡിസിഷനാണ് ഞാൻ സ്വിമ്മിങ് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്വിമ്മിങ് ടീച്ചർ ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ ജോയിൻ ചെയ്തു. ആൻഡ് എന്തായാലും കുറച്ച് നാൾക്കുള്ളിൽ ഞാൻ എൻ്റെ പേജിൽ ഞാൻ സ്വിം ചെയ്തിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യും. കാരണം ആ ഫിയർ ഞാൻ ഓവർകം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ട്രോമയായിട്ട് എൻ്റെ മനസ്സിൽ സ്റ്റിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യും. പിന്നെ ഞാനൊരു സൈക്കോളജി പഠിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യണോ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല ഞാനത് സർവൈവ് ചെയ്യുന്നില്ലെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം. സോ നിങ്ങൾക്കും എക്കോഫോബിയ ഉണ്ടെങ്കിൽ നിങ്ങളത് ഓവർകം ചെയ്യുക. അത് മനസ്സിലിട്ട് കൊണ്ട് നടന്ന് അല്ലെങ്കിൽ വെള്ളത്തിനെ പേടിച്ച് കഴിഞ്ഞാൽ